എറണാകുളത്ത് വൻ ലഹരിവേട്ട. ഇളംകുളത്തെ അപ്പാർട്ട്മെന്റിൽ നടന്ന റെയ്ഡിൽ 115 ഗ്രാം MDMA, 40 ഗ്രാം എക്സ്റ്റസി എന്നിവയാണ് പിടികൂടിയത്. യുവതിയടക്കം 4 പേർ പിടിയിലാണ്. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽനാഥ്, എന്തൊക്കെയാണ് ലഹരിവേട്ടയുടെ വിവരങ്ങൾ? വേരുകൾ കണ്ടെത്താനായിട്ടുണ്ടോ? എന്തൊക്കെ ഇപ്പോഴത്തെ വിവരങ്ങൾ? അജിംഷാദ്, നിലവിലിപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തെ എളംകുളത്തുള്ള അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ലഹരിവേട്ട നടന്നിരിക്കുന്നത്. 115 ഗ്രാം MDMA, ഒപ്പം തന്നെ 40 ഗ്രാം എക്സ്റ്റസി ഗുളികകൾ, ഒപ്പം തന്നെ 2 ഗ്രാം കഞ്ചാവ് എന്നിവയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ 1.5 ലക്ഷം രൂപയും ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 4 പേരാണ് ഇത്തരത്തിൽ ഈ ലഹരി ഇടപാട് നടത്തിയിട്ടുള്ളത്. ഇവിടെ സമീപത്തുള്ള, അതായത് എളംകുളം മെട്രോ സ്റ്റേഷന് സമീപത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിലെ 701 നമ്പർ മുറി കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ഈ ലഹരി ഉപയോഗം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ അവിടെ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണവും ഒപ്പം തന്നെ പരിശോധനകളും ഒക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്പസമയത്തിനകം അവരെ പുറത്തേക്ക് കൊണ്ടുവരും, സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇതിൽ 4 പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. പെരിന്തൽമണ്ണ സ്വദേശി ഷാമിൽ, കോഴിക്കോട് സ്വദേശികളായ അബു ഷാമിൽ, ദിയ, ഒപ്പം തന്നെ മലപ്പുറം സ്വദേശി ഫിജാസ് മുഹമ്മദ് എന്നിവരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി ഇത്തരത്തിൽ ഈ എളംകുളം മെട്രോ സ്റ്റേഷന് സമീപത്ത് പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മുന്നേ തന്നെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഒരാളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് പിന്നീട് ഇത്തരത്തിൽ എളംകുളത്തെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താൻ താമസമെന്ന് മനസ്സിലാക്കുകയും പിന്നീട് അന്വേഷണ സംഘം അവിടെ പരിശോധന നടത്തുകയുമായിരുന്നു. ഈ അപ്പാർട്ട്മെന്റിലെ ഈ മുറിയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന മറ്റു 3 പേർ ഈ പരിശോധന തടയുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. അകത്ത് കടക്കാത്ത വിധം ഡോർ തള്ളിപ്പിടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ വളരെ ബലം പ്രയോഗിച്ച് ഇത്തരത്തിൽ പോലീസും ഡാൻസ് ഓഫ് സംഘവും അകത്ത് പ്രവേശിക്കുകയും ആ സമയത്ത് അതിനകത്തുണ്ടായിരുന്നവർ ഈ ലഹരി പദാർത്ഥങ്ങൾ ശുചിമുറിയിൽ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പോലീസ് അത് വീണ്ടെടുക്കുകയായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ 4 പേരെയാണ് അന്വേഷണ സംഘത്തിന് പിടികൂടാൻ സാധിച്ചിരിക്കുന്നത്. അജിംഷാ, ശരി. അമൽനാഥ് പാടിച്ചാൽ.